രണ്ട് വിരലും കൂടെ ഒരു ഞാത്തിട്ടോളെ. പിന്നെ തള്ളവരല് ലിജിയുടെ മുടിയിലുള്ള പണിയില്ല കേട്ടോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നേ. ഞാൻ നേരത്തെ എണീറ്റു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം വീഡിയോ എടുത്തില്ല. ഒന്ന് വാവ പോയ ദിവസവും പിന്നെ കഴിഞ്ഞ ദിവസം. അപ്പോൾ 2 ദിവസമായി വാവ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം എനിക്കൊരു ചെറിയ പനി അടിച്ച്. അപ്പോൾ ഞാൻ അധികം ലിജിയുടെ അടുത്ത് ഇങ്ങനെ പോകാതെ ലിജിനെ മാസ്കൊക്കെ വെച്ചിരുത്തി അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല അല്ലേ ലിജി? ഇതേ അണിയറയിലേക്ക് വരിക. അത് നിൽക്കത്തില്ല മോളുടെ മുടിയിൽ. ഞാൻ കുറേ പണി കേട്ടോ. ഞാൻ കുറേ പണിച്ചിട്ട് ഞാനിവിടെ ക്ഷമിച്ചിരിക്കുക. കാരണം ഇവിടെ തലയിൽ റബ്ബർ പോലൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ മുടി പിടിച്ച് കെട്ടുന്നത്. ആ സാധനം കാണണില്ല. രാവിലെ ഒരു പണി നടന്നിട്ടിരിക്കുക. ആ പോരെ, വണ്ടി വരെ, മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ, പോരെ പോരെ, മുന്നോട്ട് പോരെ, പോരെ പോരെ, പോരെ പോരെ പോരെ, നേരെയാക്കി നേരെയാക്കി നേരെയാക്കിയോ. ഞങ്ങൾ ഇന്ന് ലിജിനെ റോട്ടിൽ കൊണ്ടിരുത്താൻ പോവാ. അല്ലടാ, റോട്ടിൽ പോയിട്ട് വണ്ടി ഉരുട്ടണേ. ഈ വണ്ടി ഉരുട്ടുന്നതിൻ്റെ തല ഇങ്ങനെയൊക്കെ പോണേ കേട്ടോ. പ്രത്യേക ഒരു ആംഗിളിലൊക്കെ. എവിടെ പോവാ? അങ്ങോട്ട് പോകട്ടെ. ദേവൻ ഇവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ. അവൻ്റെ ഇതിൽ ഉണങ്ങിയിട്ടില്ല. അവൻ്റെ അടുത്തോട്ട് ആ വണ്ടി ദേവൻ്റെ അടുത്തോട്ടുള്ളതാ കേട്ടോ. രാവിലെ എണീറ്റ് ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഇരിച്ച് വെള്ളം കുടിക്കണമല്ലോ. ബാ എടുത്തിക്കോ, എടുത്തിക്കോ. അതൊക്കെ തിരിച്ചോളൂ കേട്ടോ. പോട്ടെ 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 പോട്ടെ. അപ്പോൾ എനിക്ക് പനിയായിട്ട് 2 ദിവസം പനിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം പനി ഉണ്ടായിരുന്നു കേട്ടോ. പനി കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ഉറങ്ങി. രാവിലെ എണീറ്റ് ലിജി ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ലിജി ഇപ്പോൾ എണീറ്റപ്പോൾ 7:45 കേട്ടോ. അത് രാവിലെ 5 മണിക്ക് എണീറ്റ് കുറച്ച് നേരം മൊബൈലിൽ കളിച്ച് കിടന്നിട്ടൊക്കെ വീണ്ടും ഉറങ്ങും. വീണ്ടും ഉറങ്ങിയിട്ട് പിന്നെ ഒരു 7:30-8 മണിയാകുമ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ ലിജിക്ക് രാവിലത്തെ ബൂസ്റ്റ് കൊടുത്തു കേട്ടോ. ഇന്നത്തെ എനർജി ഫുള്ള് കൊടുത്ത്. അതാണ് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്. എന്താ പരിപാടി? നിൻ്റെ ഉദ്ദേശം എന്താ? അങ്ങോട്ട് ചാഞ്ഞ് വിളിക്കും. അവനെ ശല്യപ്പെടുത്താനുള്ള പരിപാടിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ദേവനെ ശല്യപ്പെടുത്തും. ഉറങ്ങട്ടെ ഞാൻ. എന്തോ 7:45 ഇത് മതി ഉറങ്ങിയത്. മതി ഉറങ്ങിയത്. ആൺപിള്ളേര് ഇത്ര ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ചെറുക്ക് ഉറങ്ങി കിടന്നെ വിളിച്ചുണർത്തി. നിനക്ക് ഇജാൻ്റെ ഇപ്പഴാണ് എണീറ്റ. പിന്നെ എപ്പോ എണീറ്റ്? നേരത്തെ എണീറ്റ. കൊണ്ടുവരാഞ്ഞതാ. അപ്പൊ അതാണ് കേട്ടോ വിശേഷം. രാവിലെ ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് വലിച്ച്. രാവിലെ ലിജിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. ഒരുത്തൻ്റെ കുരുത്തൻ കിടന്ന തുണി വലിച്ച് എടുത്ത്. അതാ അവളുടെ ഡേ ഇൻ മൈ ലൈഫ്. ലിജി വേറെ കാര്യമില്ല. ഞാൻ പല്ല് തേച്ച് റെഡി ആയിട്ടിരിക്കും. ഞാൻ കാപ്പി കുടിക്കാൻ പോവാ. ഒന്നും തോന്നരുത്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്നലെയൊക്കെ കഞ്ഞിയായിരുന്നു. ഫുള്ള് കഞ്ഞിയായിരുന്നു കേട്ടോ. രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് കഞ്ഞി, രാത്രി കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞി കുടിച്ചിട്ട് എനിക്ക് വയ്യ. ഭയങ്കരമായ വിശപ്പ്. പഴഞ്ചോറ് വല്ലതും ഉണ്ടോ അമ്മ? ഇച്ചിരി പഴഞ്ചോറ് അടിച്ചാളെ രാവിലെ. കറിയില്ല. മുളയമ്മന്തി അരച്ച് പഴഞ്ചോറ്. ദേവ ഒരു ഉണക്കമീൻ മേടിച്ചിട്ട് ഒരാളാ പോയി. അപ്പോൾ ഉണക്കമീനും ചോറും കഴിക്കാൻ പോയി രാവിലെ കേട്ടോ. എന്താ? എന്തായാലും നിന്നെ ഉറക്കത്തില്ലടാ. എന്തായാലും നിന്നെ ഉറക്കൂലടാ.
സൈക്കിളാക്കണം. വാട ഇങ്ങോട്ട് വാ, വെള്ളം കുടിക്കാം. തിരിച്ചു പോയി വണ്ടി തിരിക്കി. അവനോടെ കിടക്കട്ടെ. അല്ല എണീക്കടാ, എണീക്ക. വാ വാ, വണ്ടി തിരിക്കി ഇജി വണ്ടി തിരിച്ചു വാ, വെള്ളം കുടിക്കണം. വാ വാ പോരെ വാ 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 ഇജി വണ്ടി തിരിച്ചല്ലേ. അല്ല തള്ളാറ തിരിച്ചല്ല. ബെഡ്ഷീറ്റ് അവിടെ ഇട്ട് തല കളയാതെ തള്ളി വാ. വാ പുറത്ത് പോര്. എടി വാ, ചിരിച്ച് മറിയാതെ ചിരിച്ച് മറിയാന്ന്. ഉറങ്ങാൻ പറ്റിയില്ലല്ലോ ദേവാ എടാ ദേവാ, ശ്രീകോട്ടനെ ഇന്ന് ശ്രീകോട്ടിന്റെ അടുത്ത് പോകുന്നുണ്ടോന്ന്. ശ്രീകുട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഞാൻ പറയാൻ വിട്ടുപോയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ ഞാൻ രാത്രി ഏകദേശം മെനഞ്ഞാന്ന് രാത്രി ഒരു 12 മണി അടുപ്പിച്ചാണ് ശ്രീകുട്ടനെ ആശുപത്രി കൊണ്ടുപോയത്. പോയിട്ട് ഞാനിത് ഇവനെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പൊ അവരെല്ലാരും ഹോസ്പിറ്റലിലാണ്, അവനാണ് അഡ്മിറ്റ് ആണ്. നല്ല പനിയായിട്ട്, അവന് കൗണ്ട് കൂടുതലാ. ആശുപത്രി നമുക്ക് വൈകിട്ട് പോവാം. വൈകിട്ട് പോയാൽ മതിയോ? അതെ, വണ്ടി ആളെ കൊണ്ടുപോയിക്കോ. അപ്പൊ അത് വന്നിട്ട് പോകാൻ പറ്റുള്ളൂ. വെള്ളം ദേഷ്യം കയറി കേട്ടോ. അത് ഇന്നലെ ലിജി അവനോട് കിടക്കട്ടെ. ലിജി എടേ കൊല്ലത്ത് പോട്ടെ, തിരിച്ചു പോട്ടെ, വണ്ടി തിരിച്ചു പോട്ടെ. ഇത് ചുമ്മാ തിരിച്ചു വിടേണ്ട ഇതല്ല, നേരെ തിരിച്ചു പോട്ടെ. നാളെ ബാക്കിലോട്ട് കറക്റ്റായിട്ട് പോട്ടെ വണ്ടി. പോട്ടെ. അങ്ങനെ ലിജിതേ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങാൻ പോവാണ് കേട്ടോ. കറണ്ടൊന്നും പോയില്ല. പോട്ട് വണ്ടി പോട്ട് വണ്ടി പോട്ട് വണ്ടി പോട്ടെ. കളിക്കാതെ. ആ ഞാൻ ചവിട്ടുന്നില്ല, കാലി വെക്കുന്നില്ല. തനിയാ പോ, ഞാനവിടെ കാലി വെച്ചേക്കുന്നു. അതെ, നീ ഒരു കാര്യം ചെയ്യും, ഇത് നീക്കി പോയി കടയിൽ പോയി ഉണക്കപ്പീര് പഠിച്ചിട്ടോ. എന്നാ പോ അങ്ങോട്ട് പോ. വെള്ളം കുടിക്കും. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയിട്ട് ബാക്കിലോട്ട്. അപ്പം ഞങ്ങളിത് വെള്ളം കുടിക്കാൻ പോകണം കേട്ടോ. ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ഇനി പരിപാടികളുണ്ട്. എന്നാൽ വെള്ളം കുടി. രാവിലെ എനിക്ക് വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു റൂട്ടീനായിട്ട് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുടിക്കൂല. അതാണ്. എടുത്തോ. അതെന്ത് ആ കൈ അപ്പുറത്തോളം വെച്ചിട്ട് പിടിക്കാമല്ലോ. നീ ജോലി തന്നെ എടുക്കുന്നത്. വെള്ളം കൂടി മത്സരം വെച്ചാലോ എന്നാല് ഞങ്ങൾ വെക്കാം. എന്നാ ഇത് തൽക്കാലം ഇത് കൂടിയാ നമുക്ക് ഉച്ചയ്ക്ക് ചെയ്യാം. അത് പൊടി എന്തോ. വെള്ളം ചൂടാന്നല്ലോ. ഭയങ്കര ചൂട് കേട്ടോ. അവിടെ ഭയങ്കര ചൂട്. ഞാൻ ഇച്ചിരി വെള്ളം തണുപ്പിച്ചാലോ, ആറ്റിയാലോ. എടാ ഇല്ല, പൈപ്പ് അതിനകത്ത് വെച്ച് വെള്ളം കുടിച്ചേ. ക്യാനിന് നല്ല വെള്ളം. ക്യാനിൽ നല്ല വെള്ളം അല്ലേടി.
ഇതിലെ കൂട്ടിരുന്ന് വേണം ഇതിന് ഓരോ ചെയ്യിക്കാൻ. അല്ലെ ഭയങ്കര ഉടായ്പാണ് ഇവിടെ. അവിടെ വെച്ച് കൊടുത്ത ആളൊക്കെ എടുത്തോളൂ. നോക്കട്ടെ, ചൂടുണ്ടോ നോക്കട്ടെ. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. എടുത്തോ എടുത്തോ എടുത്തോ. ഗ്ലാസിന്റെ പുറത്ത് കുഴപ്പമൊന്നുമില്ല. ആ ഗ്ലാസിന്റെ പുറത്ത് ചൂടല്ല, അത് കൈക്ക് നല്ലതാ, ചൂട് കിട്ടുന്നത് രാവിലെ. എന്നാ കുടിച്ചോ. കുടിച്ചോ 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 കുടിച്ചോ. വെള്ളം കുടിക്കും. അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് കേട്ടോ. വെള്ളം കുടിച്ചിട്ട് പല്ല് തേച്ച് കാപ്പി കുടിച്ചതിന് ശേഷം കാണാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാണാം. രാവിലെ നമ്മുടെ പുറത്ത് വണ്ടിയിൽ പണിക്കാർ വന്നു പറഞ്ഞാൽ ഭയങ്കര ബഹളം. ഓക്കെ, ഓ സെറ്റാറ്റ. അന്യ വെള്ളം ഇടും. എന്നെ എന്തിനാ ഇവിടെ നിന്ന് വിളിക്കുന്നേ? ഈ വെള്ളം കുടിച്ചു. എത്ര ഗ്ലാസ് വെള്ളം കുടിച്ച്? 2 ഗ്ലാസ് വെള്ളം രാവിലെ കുടിച്ചേ. ബാക്കി കുടിക്കാണ്ട് എടുത്ത് വെച്ചോ. ആ കൈ അതിനകത്ത് റെസ്റ്റ് ചെയ്തെടുത്ത് താഴെ വെക്ക്. എടേ കൈ അങ്ങോട്ട് താത്തെടുത്തിട്ട് അങ്ങോട്ട് എടുക്കുക വെള്ളം. ആ ആ എടുത്തൊഴിക്ക്. പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ. ആ അങ്ങനെ അങ്ങനെ. ആ ബുദ്ധിപരമായ നീക്കം അത്. ആ എടുക്ക്. ആ ചൂണ്ടുവരലത്ത് ഇങ്ങനെ ആകാശത്തോട്ട് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കത്തുള്ളൂ ചൂണ്ടുവരല്. ആ ഒഴിക്കോ. ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല ചുമ്മാ പറഞ്ഞ ഒഴിക്ക്. ആ പെട്ടെന്നാട്ടെ ആലോചിച്ചിരിക്കാതെ കൊണ്ട് ചെയ്യടേ. ഇച്ചിരി വെള്ളമൊക്കെ തറയിൽ പോകുന്നാലേ കുഴപ്പമില്ല. ആ ഇപ്പൊ പൊങ്ങിയതോ? ഒന്നുകൂടെ കൊണ്ടുപോവാ. ഇപ്പൊ വെള്ളം കറക്റ്റായിട്ട് വന്നായിരുന്നല്ലോ. അതാ കുഴപ്പമില്ല. ഇച്ചിരി വെള്ളമല്ലേ, അത് വിഷയമില്ല. ആ പതിയെ ബാലൻസ് ചെയ്ത് പതിയെ വരട്ടെ. അങ്ങോട്ട് പൊങ്ങട്ടെ. അങ്ങനെ. മിടുക്കി. മതി. ഓ സക്സസ് ആയിടേ അത്. മേത്തി ചാടിയാലും കുഴപ്പമില്ല, അത് കുടിച്ചോ. ആ ആരുടെ സ്വന്തം ചൊറിയാൻ പോലും പറ്റാത്ത ആളായിരുന്നേ. ബാക്കി പൂരിപ്പിയെടുത്തോണം. ഇങ്ങനെയൊക്കെ പറയുന്ന രസമാണ് കേട്ടോ. ആ കുടിച്ചോ. അപ്പം അത് ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ദൂരെ ഇരിക്കുക. അപ്പം എന്നോട് പറയും ഇങ്ങ് വെള്ളം എടുത്താന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ തനി അങ്ങ് എടുത്താൽ മതിയെന്ന്. തനി എടുത്തപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയല്ലോ അല്ലേ? തനി ഒഴിച്ച് കുടിച്ചോണേ. അടുത്ത പരിപാടി കാപ്പൂടിയിലേക്ക് കടന്നു. എനിക്ക് കാപ്പൂടിക്ക് എന്തൊക്കെയാ പറയും? പുട്ട് ഉറക്കം പറ. പുട്ടും പഴവും. ഇന്ന് രാവിലെ കാപ്പിക്ക് പുട്ടും പഴമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഏകദേശം 9:30 കേട്ടോ. ഇന്നത്തെ കാപ്പുപൊടി എങ്ങനെയാണ്? അപ്പോൾ തലേ ദിവസം വീഡിയോ കണ്ടുകൊണ്ടാണ് ലിജി പുട്ട് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി അതൊക്കെ തേണ്ടോ. പുട്ട് കഴിച്ചു. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഇനി കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അമ്മ എന്താ പരിപാടി നോക്കട്ടെ. ഡേ ഇൻ മൈ ലൈഫിൽ അമ്മയുടെ പരിപാടി എന്താ നോക്കട്ടെ. ഇവിടെ എന്താ പരിപാടി? രാവിലെ ഞണ്ട്, നമ്മുടെ കായലിലെ ഞണ്ട് കേട്ടോ. അപ്പം ഇതേ ചെറിയ ഞണ്ടുകളാണ്. ഇതൊക്കെ കുറേശ്ശെ വളരെ ഞണ്ട് കേട്ടോ. ഒരു വലയിട്ട് പിടിക്കുന്ന ഞണ്ടുകളാണ്. അപ്പോൾ അത് 100 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. അതുകൂടെ നമ്മൾ ശ്രീകുട്ടൻ ആശുപത്രിയിലായതുകൊണ്ട് ചോറ് കൊണ്ടുപോകണം അവിടേക്ക്. അപ്പോൾ അതാണ് ഇത് മുളക് അരയ്ക്കാണ്ട ചോറ് കഴിക്കാൻ രാവിലെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ ചോറ് വെച്ചാൽ കഞ്ഞിയുണ്ട്. അപ്പം പിന്നെ വേറെ ആയിട്ട് ഇതാ ഇവിടെ ഒരാളിരിക്കുന്നുണ്ടോ. അപ്പം ഇന്നും കിട്ടി ഒരു ഞണ്ടാശാനെ. അപ്പം ഈ ഞണ്ടിൻ്റെ ഒരു പ്രത്യേകത പറയാം കേട്ടോ. അപ്പം ഈ ഒരു ഞണ്ടെന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ പച്ചക്കാരൽ ഞണ്ടെന്ന് പറയും. ശരിക്കും ഒരു ഇംഗ്ലീഷിൽ മഡ് ക്രാബ് എന്ന് പറയും. ഇതൊരു പെൺഞണ്ടാണ് കേട്ടോ. പെൺഞണ്ടിൻ്റെ ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഇതിങ്ങനെ വീതിയിലിരിക്കും. ആണുങ്ങളുടെയാണ് കറക്റ്റ് ട്രയാങ്കിൾ പോലെ ഇരിക്കും. അവരുടെ ഇവിടുത്തെ താഴെ കാണുന്ന ഈ ഒരു പോർഷൻ ഇതൊരു പെൺഞണ്ടാണ് കേട്ടോ. അപ്പം വളർന്നു വരുന്നതനുസരിച്ച് ഇതിന് വീതി കൂടി വരും ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഭാഗത്തിന്. അപ്പോൾ അതിന് അങ്ങനെ പെണ്ണോ ആണെന്നും തരത്തിൽ വ്യത്യാസം മനസ്സിലാക്കാം. പക്ഷേ ഇവന് പ്രത്യേകത വെച്ചാൽ ഇവനൊരു മീശയൊക്കെ ഉള്ള ഒരു ഞണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഞണ്ടുകൾക്കും പല ഞണ്ടുകൾക്ക് മീശ ഉണ്ടാവും, ചിലർക്ക് മീശ ഉണ്ടാവാറില്ല. ചില ഞണ്ടുകൾക്ക് അതൊക്കെ ബലത്തിന് അവരുടെ ആരോഗ്യസ്ഥിതിയെ മെച്ചപ്പെടുത്തി ആരോഗ്യസ്ഥിതിയെ
അതിനനുസരിച്ചിരിക്കും. പിന്നെ ദാണ്ട് ഇവിടെ ഇങ്ങനെ ചുവന്ന കളറ് ഒക്കെ, ഇതൊക്കെ ഞണ്ടിൻ്റെ പ്രത്യേകത. ഒരു മഞ്ഞ കളർ വരുന്നില്ല. ഇതൊക്കെ ഈ പച്ചക്കാല ഞണ്ടിന് വില കിട്ടുന്നതിന് ഇതിന് ഭയങ്കര വിലയാണ്. കിലോയ്ക്ക് 2500 വരെ വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ഫാറ്റനിങ് ചെയ്തെടുക്കാൻ പോവാം. ഫാറ്റനിങ് എന്ന് വെച്ചാൽ ഇതിന് മാംസം കൂട്ടിയെടുക്കാൻ പോവാം. അതായത് ഇതിനെ ഇറച്ചി വെപ്പിക്കാൻ പോവാം. അപ്പോൾ ഇത് ചെറിയ ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലൊരു കൂട് കണ്ടോ, ഇതുപോലൊരു കൂടിനകത്ത് നമ്മൾ ഇട്ട് വെക്കും. എന്നിട്ട് ഇതിന് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കും. അങ്ങനെ ഇതിനെ വളർത്തി വളർത്തി വലുതാക്കി എടുക്കും. ആഹാ, അപ്പോൾ ഇതിനൊരു കാലില്ലല്ലോ അച്ഛാ, ഇതിൻ്റെ ഒരു കാലില്ലല്ലോ, ഈ ഞണ്ടിനൊരു കാലില്ലല്ലോ. അപ്പം നമുക്കിതിന് അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഞണ്ടിന് വില കിട്ടത്തില്ല. സാധാരണ 400-500 ഇത് കിലോയ്ക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കിലോയിൽ 100 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പം 440 രൂപയ്ക്ക് ഒരു ഞണ്ടിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറേ കാലം നമ്മൾ ഈ കൂടിനകത്തിട്ട് വളർത്തി കഴിയുമ്പം ഇതിൻ്റെ കാല് വീണ്ടും വരും. ഈ ഒരു കാല് പോയിട്ടുണ്ട്, പക്ഷേ ആ കാല് വീണ്ടും വരും വളർത്തിയെടുത്താൽ. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത് അച്ഛൻ ശ്രദ്ധിച്ച് കാണും മിക്കവാറും കാലിൻ്റെ കാര്യം. അപ്പോൾ അതിന് നമ്മൾ ഫാറ്റനിങ് ചെയ്തെടുക്കാൻ പോവുക. അതായത് നമ്മൾ ഇറച്ചി വെപ്പിക്കാൻ പോവാം. ആഹാരം കൊടുത്ത് പിന്നെ തടി വെപ്പിച്ച് സെറ്റാക്കി എടുക്കാൻ പോവാം. അതിനുവേണ്ടി അച്ഛൻ കൂട് കെട്ടിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലെ ഒരു അവസരത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അകത്തെ പരിപാടിയിലേക്ക് വീണ്ടും പോകാം. അപ്പോൾ ഇത് രാവിലെ കാപ്പൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് രാവിലെ ഇനി കുറച്ച് എക്സസൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇന്ന് വൈകുന്നേരം കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ എക്സസൈസൊക്കെ ചെയ്തിട്ട് ഉച്ചയാകുമ്പോഴത്തേന് ഉച്ചയായിട്ട് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് ലിജിയുടെ ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അത് ദേവനുണ്ട്, ദേവൻ ലിജിയുടെ കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അവർ രണ്ടും കൂടെയാണ് ഇന്ന് എക്സസൈസ് ചെയ്യാൻ പോകണം. ലിജി തനിയെ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നതല്ല അല്ലേ? ഗ്ലൗസൊക്കെ തനിയെ കെട്ടുന്ന കേട്ടോ. അതിന് എല്ലാവർക്കും അറിയാമല്ലോ. കെട്ട് പെട്ടെന്നാവട്ടെ. അപ്പോൾ ദേ ഗ്ലൗ കെട്ടി കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഗ്ലൗ? പുതിയത് ആന്റി മേടിച്ചെന്നാണ്, ചേച്ചി മേടിച്ചെന്നേ. കയ്യില്ല വേറെ അടുത്തിട്, കൊടുക്കടാ, ഇടട്ടെ. നമ്മൾ ഫിസിയോതെറാപ്പിക്കൊക്കെ ഇപ്പോൾ പോകണില്ല. ഫിസിയോതെറാപ്പി പോകണമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം നിർത്തി വെച്ചേക്കുവാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ അതിനിടയ്ക്ക് വന്ന കാരണം അതെല്ലാം കൂടെ ഒത്തു പോകുന്നില്ല. മൊത്തം കാര്യങ്ങളും കൂടെ ഒത്തു പോകുന്നില്ല. പറ. 2 വിരലും കൂടെ ഒരു ഞാത്തിട്ടോളെ. പിന്നെ തളവിരല് എന്താ? ഒരു വിരല് കണ്ടില്ല. ഒരു വിരലവിടെ പോയി. ദൈവമേ, ഒരു വിരല് കണ്ടില്ലല്ലോ. എടുക്കെടുക്ക്, ഒരു വിരലെടുക്ക്. ബാക്കിലോട്ട് വലിക്കില്ലേ? ഒരു വിരല് കാണുന്നില്ലേ കൊച്ചിന്റെ? ഒരു വിരൽ ആരും കൊണ്ടുപോയിട്ടോ. ഇനി അതൊരു കാരണമാവോ? ഇനി ഒരു പെട്ടെന്നാവട്ടെ, ചുമ്മാ ചിരിക്കല്ലേ. അപ്പം അതാണ് വിശേഷം കേട്ടോ. കുറെ ദിവസം ഫിസിയോതെറാപ്പിക്ക് പോയിട്ട്, പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ലിജിയുടെ ഫിസിയോതെറാപ്പി പറ്റിയാണ് കേട്ടോ. അപ്പൊ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ലിജി പറയുന്നത് ഫിസിയോതെറാപ്പിക്ക് പോകണ്ട എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതല്ല, ഈ മാസത്തോടെ കഴിഞ്ഞ് അമ്മയുടെ ഒരു ഓപ്പറേഷനും സർജറിയുടെ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ പോകണം. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് പോകാമെന്നൊക്കെ കരുതുന്നു കേട്ടോ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. പിന്നെ ലിജിക്ക് ഒരു ടേബിൾ, സ്റ്റാൻഡിങ് ടേബിൾ പണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് റെഡിയായി കിട്ടിയില്ല. കാരണം നമ്മളിത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നടക്കുന്നില്ല. അത് കിട്ടിയാൽ ലിജി നടക്കുമെന്നൊക്കെ ലിജി പറയണേ. പിന്നെ അവളുടെ കോൺഫിഡൻസ് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക, നമുക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതാണ് കേട്ടോ കാര്യം. നേരെ കിടന്നാലോ? എക്സസൈസ് ചെയ്തിട്ട്, കാലിൻ്റെ എക്സസൈസ് എല്ലാം ചെയ്തിട്ട് നിന്നാൽ മതി, അല്ലേ നിൽക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ലിജിനെ കൊണ്ട് നിർത്തി കേട്ടോ. കാലൊക്കെ നേരെ വെക്ക്, കാലൊക്കെ നേരെ വെച്ചിട്ട് പതിയെ കിടന്നേ. ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് ഇറക്കി ഇരുത്തണം, വേണ്ടല്ലോ. കിടന്നേ, പിടിച്ചെങ്ങനെ കിടക്കുന്നത്, കൺട്രോൾ ചെയ്ത് കിടക്കണേ, മറിഞ്ഞു പോകാത്ത രീതിയിൽ. ഗ്ലൗ ഇട്ടേക്കുന്നുണ്ട്, ചെറിയ പാട് പോലെ. കിടന്നോ, അറിയത്തില്ല. കിടന്നോ, കിടന്നോ, തനിയെ കിടന്നോ. കാല് കയറ്റി മേളിയേക്ക്, കാല് പോങ്ങട്ടെ, കാല് കയറ്റി വെക്ക്. ഈ കാലിവിടെ കയറ്റി, ഇവിടെ കയറ്റി. ഓക്കെ, ഇനി നേരെ കിടക്കുന്ന എങ്ങനെ? നേരെ കട. ചരി അങ്ങോട്ട് ചരി. നേരെ കട.
ഇനി ഈ കാല് ആ പറ ആണെന്തോ എവിടെ തല ക്ലിപ്പ് ഇരിക്കുന്നു. അയ്യോ വേദനിച്ചതല്ല ഈ ക്ലിപ്പ് തലയിരുന്ന കേട്ടോ വേദനിച്ച്. കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ ഇതിന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി കിടത്തി കേട്ടോ. എക്സസൈസ് ചെയ്യാം. കാല് പൊക്കിക്കാൻ മേലോട്ട്. കാല് രണ്ട് കാലും കറക്റ്റായിട്ട് ബലം പിടിച്ചിട്ട് കാല് പൊക്കം മേലോട്ട്. പൊക്ക് 1 പൊക്കട്ടെ പൊക്കട്ടെ 2 പൊക്കട്ടെ 3. ഞാൻ ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെയ്തോ 4 ഓക്കെ ഒന്ന് കയറട്ടെ 5. നേരെ നിൽക്ക്. ഇടത്തൊരു ചരിവുണ്ടല്ലോ. എത്ര പേരാ ലിജിനെ നിർത്താൻ വേണ്ടിട്ട് ആൾക്കാരും നോക്കാം. അതെ പ്രവീൺ വന്നിട്ടുണ്ട് കേട്ടോ. അതെ എത്ര പേരാ ലിജി നിക്കുന്ന കാണാൻ വേണ്ടി ഇവിടെ അല്ലേ. ഉത്സവപ്പറമ്പിൽ ആന ഒരു സൈഡ് ചരിഞ്ഞ് നിൽക്കുന്നത്. അത് ആന എന്താ പരിപാടി അങ്ങനെ ചെയ്യുന്നറിയോ? ഒരു സുഖത്തിന് കാലി അടിക്കുമ്പോ ഇങ്ങനെ അതേണൊക്കെ ലിജിയുടെ പരിപാടി. വളഞ്ഞ് നിൽക്കും. നേരെ നേരക്ക് നേരെ ആട്ടെ. നേരെ നിൽക്ക്. ഇല്ലടേ പണ്ടത്തെ ആ ബുദ്ധിമുട്ടൊക്കെ ഒത്തിരി മാറി നിൽക്കുമ്പോഴേ. ഇപ്പൊ തനിയെ കുഴപ്പമില്ല നിൽക്കും കുറെ നേരം. ഒത്തിരി മാറ്റമായി നിൽക്കുന്നതിൽ ഒത്തിരി മാറ്റമായി. ആല് പിടിച്ചു പറ. നേരെ കൈ വലത്തെ കൈ മുകളിലോട്ട് കയറ്റ്. നിൽക്ക് ടൈം ആയിട്ടില്ല. കുറെ നേരം നിന്ന് നടുവളയ്ക്ക കള്ളത്തരം കാണിക്കല്ലേ ജി. തോട്ടിയിട്ട് തുമ്പിക്കേക്ക് പിടിച്ചാലോ. നേരെ നിക്ക്. ഇവിടെ ഒരു കാലെന്താ വളയ്ക്കുന്നേ? വലത്തെ കാല് മുട്ട വളച്ച് കുത്തിയിട്ടില്ല. അതാ ലിജി ഇരിക്കല്ലേ. ഇരിക്കാൻ ടൈം ആയില്ല. ഇരിക്കാൻ ടൈം ആയില്ല. പിടി ജി കള്ളത്തരം കളാ. ഇല്ലില്ല നിക്ക്. ഇരിക്കല്ലേടി. എന്താ ബെറ്റർ നീ അങ്ങ് പറഞ്ഞാ മതി. ബെറ്റർ ഞാൻ കൂടെ തോന്നട്ടെ. ബെറ്റർ ആയോ? അതെ എഴുന്നേറ്റ് ഓടിക്കാൻ നോക്കട്ടെ. ഒന്നര പിടിച്ചെണീക്കണേ. ഓടാനായിട്ടില്ലേ? നിക്കണം വീണ്ടും നിക്കണം. കുറച്ചുകൂടെ ബെറ്ററായി നിക്കാൻ വേണ്ടിട്ടില്ലേ. ലിജി എന്താ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോ വെയിറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എഴുതിക്കുമ്പോ കണ്ടോ ഇച്ചിരിയേ ഉള്ളല്ലേ. വയറൊക്കെ ഇരുന്നിരുന്ന് ശരീരത്തിന്റെ ഒരു ഘടന അങ്ങനെ ആയിപ്പോയി. നടക്കുമ്പോ പ്രവീണോ അങ്ങനെ പറഞ്ഞുവിടാനാണോ? പിന്നെ അതുണ്ടാക്കാനോ? അത് ശാലിനോട് പറയാം നമുക്കിനി. എണീറ്റോ നിന്നോ. കുട്ടത്തി വിളിക്കുന്നു. അല്ല ഇന്നാളത്തൊക്കെ ഒത്തിരി മാറ്റമായി. ഇപ്പൊ എണീക്കുന്നതിലും ഒക്കെ ഒരു സ്റ്റെബിലിറ്റി വന്നു. വിറയലില്ല. മറ്റേ എണീക്കുമ്പോഴേ അതാ റെഡിയായി വരുന്നുണ്ട്. മൊത്തം മാറണ്ടേ ഓരോ. ഇത്രയും മാസം അവിടെ ആശുപത്രി കിടന്നില്ലേ, എന്നാലും അതിൻ്റെതാ ബുദ്ധിമുട്ട് വരും. അവരൊരു പരിശ്രമിച്ചു കഴിഞ്ഞാ പക്ഷെ ഓടിച്ചാടി നടക്കാൻ പറ്റും. നല്ലോണം ഒക്കെ ഒന്ന് പരിശ്രമിച്ചാ
വളച്ചു കൊടുക്കാൻ നേരെ നിന്നേ. നേരെ ആട്ടെ. അപ്പൊ അതേ ലിജിയോട്ടിരിക്കട്ടോ. നമ്മുടെ പ്രവീൺ കേട്ടെ, പ്രവീൺ വന്നിട്ട് തിരിച്ചു പോയി. ഓക്കെ ബൈ, വൈകിട്ടാണോ? ഓക്കെ. അപ്പൊ പ്രവീണ് ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട്, വള്ളത്തിന്റെ ഓട്ടം കഴിഞ്ഞിട്ട് വന്ന്. കണ്ണപ്പനുണ്ട്. അപ്പൊ എണീറ്റോ കേട്ടില്ല എന്തോ മോള് പറയുന്നത്? വൈകിട്ട് പറ്റത്തില്ല. ഈ വൈകിട്ട് എനിക്ക് സമയമില്ല, എനിക്ക് കൊല്ലത്ത് പോണോ? ഉറപ്പായിട്ടും വൈകിട്ട് നിക്കാന്ന് പറഞ്ഞ. വയറിനൊക്കെയോ? അത് കുഴപ്പമില്ല, നല്ല ലക്ഷണം അത്. നിക്ക് 2 തവണ കൂടെ നിൽക്കും, 2 തവണ കൂടെ നിന്നിട്ട് കഴിക്കാം കേട്ടോ. ഞാൻ ഇവിടെ നിർത്തട്ടെ ഫ്രണ്ട്സ്, അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഉച്ചവരുടെ പരിപാടിയിൽ ഇതൊക്കെയാണ്. എക്സസൈസ് കഴിഞ്ഞിട്ട് ലിജി എന്താ ചെയ്യാൻ പോണേ? നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പോയി ഞങ്ങൾ കേട്ടോ. കേട്ടോ അമ്മതേ ചോറ് കഴിച്ചിട്ട് ഗുളിക കഴിക്കുന്നത്. ലിജിയാണെങ്കിൽ ചോറ് കഴിച്ചില്ല. എത്ര പിടി കഴിച്ചു ലിജി? ഒരു പിടി ചോറ് കഴിച്ചു. ഞാൻ കിടക്കുമായിരുന്നു കേട്ടോ, എനിക്ക് പനിയുടെ ചെറിയ ക്ഷീണം കാരണം ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ അമ്മ ലിജിയുടെ ചോറ് കഴിച്ചു. ഒരു പിടി ചോറും കഴിച്ചിട്ടിരിക്കുക, പഴവും കഴിച്ചുകൊണ്ടിരിക്കുക. എന്ത് കൊടുക്കും അമ്മ ഇനി? വെള്ളം. എനിക്കിതായിട്ട് ക്ഷീണം ഇതാ, ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണം എനിക്ക് കേട്ടോ. എന്താ ചോറ് കഴിക്കാനേ? കാര്യം എന്താ? വാ മുറിഞ്ഞോ? എവിടെ മുറിഞ്ഞ്? അവിടെ എങ്ങനെ മുറിഞ്ഞ്? അവിടെ എങ്ങനെ മുറിഞ്ഞു? വാ ഞാൻ നോക്കട്ടെ. സ്റ്റിച്ച് ഇടണം അമ്മ. കൊണ്ടുപോയാലോ? മുറിഞ്ഞ് 2 സ്റ്റിച്ച് ഇടേണ്ടി വരും. പക്ഷെ ചോറ് ചോറൂടെ കഴിക്കണം, എന്നാലേ ആരോഗ്യം വരുത്തോളൂ. പഴം കഴിച്ച് ഇതിനകത്ത് എന്തോ കിട്ടാൻ? ഏത്തക്ക മേടിച്ചു കൊടുത്താലോ? ഏത്തക്ക മേടിച്ചു തരട്ടെ? പുഴുങ്ങി തരട്ടെ? പുഴുങ്ങി തരട്ടെ? ഒരു പിടി ചോറ് കഴിക്കണല്ലോ ചേച്ചി. ചോറ് അതേണെ കൊണ്ട് കളഞ്ഞതാണ്. ഇത് കഴിക്കാതല്ലേ എങ്ങനെ ജീവിച്ചിരിക്കുന്നു? ചപ്പാത്തി മേടിച്ചോണ്ടട്ടെ പോയി? ചപ്പാത്തിക്കകത്ത് മുട്ട വെച്ചിട്ടേ റോളാക്കി തരട്ടെ? പിന്നെ എന്ത് എനിക്ക് വിശക്കുന്നില്ല ചേച്ചി. രാവിലെ പുട്ട് കഴിച്ചു. അൾസർ വരില്ല ചേച്ചിക്ക് കേട്ടോ. തീരെ ഭക്ഷണം കഴിക്കില്ല ഇപ്പൊ. എന്താ കാര്യം? എന്താ എരിവ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഡോക്ടറെ കാണിച്ചാലോ എന്നാല്? ആഹാരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലോ? ആഹാരം കഴിക്കാതിരിക്കുന്ന എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിലോ? പലഹാരം മേടിച്ചു തരട്ടെ? കേക്ക് മേടിച്ചു തരട്ടെ? കേക്ക് അത് ചുമ്മാ മേടിച്ചോണ്ടെന്നാ കഴിക്കും. ചോറൊക്കെ എരിവാണെന്നല്ലോ. കുഞ്ഞു പിള്ളേരുടെ എരിവാണ്. കുഞ്ഞു പിള്ളേർ എരിവ് കഴിക്കായിരിക്കും അല്ലേ? കുളിച്ചാലോ നമുക്ക്? കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. വെയിൽ താന്നിട്ട് കുളിക്കാം. 4 മണിയായിട്ട് കുളിച്ചാ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യും ഇവിടെ കേട്ടോ. മുറിഞ്ഞെടുത്ത് കിടക്കണ്ട ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ മുറിഞ്ഞിരിക്കാന്ന് പറഞ്ഞ പാല് കൊടുക്കണ്ട. ഏത്തക്ക കൊടുത്താൽ മതി. ഏത്തക്ക പിഴിയും കൊടുത്താൽ ഒന്നും വേണ്ടിച്ച് സമാധാനം. അങ്ങനെ ലിജിക്കൊച്ചിനെ കുറച്ച് നേരം അവിടെ ഇരുത്തിയതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ മേടിക്കുന്ന ഒരു വണ്ടി നമ്മുടെ മുറ്റത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടിരുന്നപ്പം ലിജിനെ ഒന്ന് കുളിപ്പിച്ചു. അതിനുശേഷം സ്നാക്സും ചായയൊക്കെ കൊടുത്തിട്ടോ. വൈകുന്നേരം ഒരു 4 മണി സമയത്താണ് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. നമ്മുടെ ശ്രീകുട്ടിനെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുമായിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. എമർജൻസി ആയിട്ട് പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. കാരണം ശ്രീകുട്ടിന് ഇച്ചിരി പനി കൂടി നിൽക്കുവാണ്. അപ്പോൾ എന്താണ് പേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേന് ഹോളി ക്രോസ് എന്ന് പറഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ മാറ്റിയത്. അങ്ങനെ ലിജിയെ അമ്മയൊക്കെ അഡ്മിറ്റ് ചെയ്തത് അവിടെയാണ്. നേരത്തെ അമ്മയുടെ അസുഖമൊക്കെ കണ്ടുപിടിച്ചത് ഈ ഒരു ഹോസ്പിറ്റലായിട്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ നേരെ ശ്രീകുട്ടിനെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുവന്ന് ശ്രീകുട്ടിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ശ്രീകുട്ടിനെ അഡ്മിറ്റ് ചെയ്ത് 2ാമത്തെ ആശുപത്രി കേട്ടോ. അപ്പോൾ കൗണ്ട് കൂടി നിൽക്കുന്ന കാരണമാണ് അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെ സമയം അർദ്ധരാത്രി 12:30. ഞാൻ ശ്രീകുട്ടിനെ ആശുപത്രി പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നേട്ടോ. ഉറങ്ങാതെ എൻ്റെ കൂടെ വന്നേക്കുവാ. ഞാൻ ഭക്ഷണം കഴിക്കുന്ന കാണാൻ വേണ്ടി വന്നേക്കുവാ. പിന്നെ കഴിക്കാൻ വന്നേട്ടോ എൻ്റെ കൂടെ. കഴിക്കാൻ വന്നേട്ടോ. വിശക്കുന്നല്ലോ ജി. വൈകുന്നേരം എന്തോ കഴിച്ചപ്പോൾ? ഏത്തപ്പഴം എത്ര എണ്ണം കഴിച്ച്?
2 ഏത്തപ്പഴം കഴിച്ചിട്ട് എനിക്ക് വിശക്കുന്നത്. ഈ സമയം രാത്രി 12:30 കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ പോയതാണ്. വളരെ സീരിയസ് ആയിരുന്നു. അവിടെ ഇച്ചിരി കുറവുണ്ട്. കൂടടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ. അപ്പം അച്ഛനകത്തോടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് രാത്രി 12:30 അവസാനിപ്പിക്കുക അല്ലേ? ബായ് പറയും എല്ലാവർക്കും. ബൈ. നാളെ രാവിലെ കാണാം. ഓക്കെ.